ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന ലാപ്ടോപ്പ് ആപ്പിൾ മാക്ബുക്ക് പ്രോയേക്കാൾ മികച്ചതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആപ്പിൾ ഫാൻസ് ഇവിടെ വന്ന് കരഞ്ഞു വീഴും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഇത് Asus ProArt PX13 എന്ന് പറഞ്ഞ മോഡലാണ്. ലാപ്ടോപ്പ് മെയ്ഡ് ഫോർ ക്രിയേറ്റേഴ്സ്. ഇത് 13 ഇഞ്ച് സ്ക്രീൻ സൈസ് വരുന്ന ഒരു 2-in-1 ലാപ്ടോപ്പ് ആണ്. നിങ്ങൾക്ക് ടാബ്ലറ്റ് ആയിട്ടോ 10 മോഡിലോ ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. കൂടെ ആക്റ്റീവ് സ്റ്റൈലസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രോസസർ വളരെ പവർഫുൾ ആണ്. AMDയുടെ A9 HX365 10 കോറുകളാണ് വരുന്നത്. RAM 24GB 7500 MHz SSD 1TB Gen 4 ആണ്. ഈ ഒരു 1.38 kg മാത്രമുള്ള ലാപ്ടോപ്പിൽ ഒരു 6GB RTX 4050 വെച്ചിട്ടുണ്ട്. 95 വാട്ട്സ് ആണ് TGP വരുന്നത്. ഡിസ്പ്ലേ ആണ് മെയിൻ ഹൈലൈറ്റ്. 3K റെസൊല്യൂഷൻ ആണ് വരുന്നത്. OLED വിത്ത് DCI-P3 കളർ ഗാമറ്റ് 100%, 500 നിറ്റ്സ് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. ടച്ച് ആണ് ഡിസ്പ്ലേ. പിന്നെ എല്ലാ കമ്പനികളും ഇപ്പൊ പറയുന്ന പോലെ ഇതൊരു AI ലാപ്ടോപ്പ് ആണ്. AI കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്താലേ പറ്റൂ. ഒരു പ്രീമിയം AMD ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ USB 4 ഉൾപ്പെടെയുള്ള എല്ലാ ലേറ്റസ്റ്റ് കണക്ടിവിറ്റിയും ഇതിൽ വരുന്നുണ്ട്. ക്രിയേറ്റേഴ്സിന് ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു സാധനമാണ് Asusന്റെ ഡയൽ പാഡ് എന്നുള്ളത്. ഇത് ട്രാക്ക് പാഡിലാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. 13 ഇഞ്ച് മോഡൽ ആയതുകൊണ്ട് തന്നെ ട്രാക്ക് പാഡിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒന്ന് സ്ലൈഡ് ചെയ്താൽ അത് ആക്ടിവേറ്റ് ആവും. ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യുമ്പോൾ ബ്രഷ് സൈസ് കൂട്ടാനും, പ്രീമിയർ വർക്ക് ചെയ്യുമ്പോൾ ടൈം ലൈൻ ഡ്രാഗ് ചെയ്യാനും, അതുപോലെ തന്നെ ക്രോം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാബ് സ്വിച്ച് ചെയ്യാനും വരെ ആളൊരു ഭയങ്കര ഉപകാരിയാണ്. ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ ഇത്രയും ഹൈ പെർഫോമൻസ് ഗ്രാഫിക്സും CPU യൂസ് ചെയ്തിട്ടും തെർമൽസ് ഒരുവിധം കൺട്രോൾഡ് ആണ് പ്ലഗ്ഡ് ഇൻ ടൈമിൽ പോലും. ബാറ്ററി ബാക്കപ്പ് മോഡിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. കാരണം ഇതിന്റെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സിന് നിങ്ങൾക്ക് 8GB VRAM അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിന്റെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ആയ 4050 സ്റ്റുഡിയോ ഡ്രൈവേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ് വരുന്നത്. നിങ്ങൾക്ക് ഗെയിം റെഡി ഡ്രൈവേഴ്സിലേക്ക് സ്വിച്ച് ചെയ്താൽ മാക്സിമം പെർഫോമൻസും അൺലീഷ് ചെയ്യാനായിട്ട് പറ്റും.